ഒരു ആനക്കഥ അവതരിപ്പിക്കുന്നത് സുബ്രഹ്മണ്യൻ മാസ്റ്റർ. തൃശ്ശൂർ പട്ടണത്തിലെ ഒരു പ്രശസ്ത അമ്പലത്തില് ഒരു ആന ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ആനയെ പാപ്പാൻ കുളിപ്പിക്കുവാൻ കൊണ്ട് പോകുമായിരുന്നു. ആ പോകുന്ന വഴിക്ക് ഒരു തയ്യൽ കട ഉണ്ടായിരുന്നു. പുഷ്പാങ്കദന്റെ ഒയാസിസ് എന്ന തയ്യൽ കടയാണ് അത്. എല്ലാ ദിവസവും ആന ആ വഴിക്ക് കടന്നു പോകുമ്പോൾ പുഷ്പാങ്കദൻ ആനയ്ക്ക് പഴം നൽകുമായിരുന്നു. ഒരു ദിവസം പഴം മേടിക്കാൻ മറന്ന പുഷ്പാങ്കദൻ ആനയെ ആ വഴിക്ക് കടന്നു പോയപ്പോൾ തൻ്റെ കയ്യിലുള്ള സൂചി കൊണ്ട് സന്തോഷകരമായി ആനയെ ഒന്ന് നോവിച്ചു. ആന ഒന്നും മിണ്ടിയില്ല. നേരെ കുളിക്കാൻ ചെന്ന ആന തിരിച്ചു വന്നപ്പോൾ തൻ്റെ തുമ്പിക്കൈയിൽ നിർത്തിയിരുന്ന ആന ആ വെള്ളം മുഴുവനും ആ കളയിലേക്ക് ചിന്നിച്ചെറിച്ചപ്പോൾ കളയിൽ ഉണ്ടായിരുന്ന എല്ലാ തുണിത്തരങ്ങളും നനഞ്ഞ് കേടുവരികയാണ് ഉണ്ടായത്. അങ്ങനെയുള്ളതായിട്ടുള്ള ആ പഴയ ആനക്കഥയല്ല ഇന്ന്. ആനയ്ക്ക് ആവശ്യമുള്ളതായിട്ടുള്ള ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ ഇരുന്ന അവസ്ഥയിൽ ആന കാട് ഇറങ്ങി വന്ന് നാട്ടിലേക്ക് എത്തി അതിൻ്റേതായിട്ടുള്ള വികാരങ്ങൾ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ആന ഒരിക്കലും ഒരു കുറ്റവാളി അല്ല. ആനയ്ക്ക് താമസിക്കുവാൻ ആവശ്യമുള്ള കാട് മുഴുവനും വെട്ടി നിരത്തിയതാണ് ഇതിന് കാരണമായി പറയുന്നത്. മനുഷ്യൻ ചെയ്യുന്ന ലോകത്തിൻ്റെ ദുഃഖം മനുഷ്യൻ തന്നെ അനുഭവിക്കുന്നു എന്നുള്ളതാണ് സത്യം.